രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു വനിതാ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവർക്ക് പോലും പരാതിയില്ല, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് പരാതി പോലും ഇല്ലാത്ത ഒരു വിഷയത്തെ എടുത്ത് വളരെ മോശമായിട്ടാണ് അവരെ കുറിച്ച് സൈബർ ഇടങ്ങളിൽ പറയുന്നത്. അതായത് കോൺഗ്രസ് പൊട്ടിക്കാൻ വെച്ച ബോംബ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ആ രഹസ്യം പുറത്തു പോയി, അത് ചീറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഒരു സ്ത്രീക്ക് പരാതിയില്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പുരുഷന് പരാതിയില്ല, അവരുടെ ഭർത്താവിന് പരാതിയില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ സൈബർ അറ്റാക്കുകൾ നടത്തുന്നത്? എന്റെ ഇത് കേൾക്കുന്നവർ എന്റെ ഈ 3 പേര് കേട്ടിട്ട് മാത്രമേ ഞാൻ പറയുന്ന അഭിപ്രായം മനസ്സിലാക്കാവേ. ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഇത് യഥാർത്ഥത്തിൽ കമോണ്ട്ര മഹേഷ് ഒരു ഉഗ്രൻ അവസരമാണ്. CPM ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചത്. ഞാനും CPM-ന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. നമുക്കിത് മാക്സിമം ഉപയോഗിക്കണം. നമുക്ക് ആ സ്ത്രീയെ തേജോവധം ചെയ്യണം, സ്ത്രീയുടെ ഭർത്താവിനെയും ഈ സോക്കോൾഡ് ആളെയും തേജോവധം ചെയ്യണം, അവരുടെ AI പിക്ചേഴ്സ് ഉണ്ടാക്കണം, പരമാവധി നിറം പിടിപ്പിച്ച മസാല കഥകൾ നമുക്ക് അടിച്ചുവിടണം, കള്ള പരാതികൾ കൊടുക്കണം, ഇനിയും തേർഡ് പാർട്ടി പരാതി കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ഗർഭചിത്രം ചെയ്തു നടക്കമുള്ള തേർഡ് പാർട്ടി പരാതിയും അതിന് അന്വേഷണവും വേണം. ഇത് നമുക്കൊരു കിടിലൻ അവസരമാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ചീപ്പ് രാഷ്ട്രീയക്കാരിലെ ചിലരുടെ നിലവാരത്തിലേക്ക് പോകേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഒന്ന് നിർത്തണം. അതായത് ആ സ്ത്രീക്ക് പരാതിയില്ല. ഇപ്പൊ അവര് CPM ആണെങ്കിൽ അവര് എനിക്കിപ്പോ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല, മാധ്യമങ്ങൾ കണ്ടേ അറിയൂ, പൂർണ്ണ ഐക്യദാർഢ്യം ആ സ്ത്രീയോട് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ആ സ്ത്രീയുടെ ഭർത്താവിനോട് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇത് ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ പരിപാടി നിർത്തണം. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. അതായത് സത്യത്തിന് വേണ്ടിയും സത്യാഗ്രഹം വഴിയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ദൈവദൂതന്മാരുടെ സമാനമായ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ വൃത്തികെട്ട പരിപാടി എന്നെ ഇന്നലെ ചില ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സൂചിപ്പിച്ച് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു. ഇത് ആഞ്ഞടിക്കണമെന്ന്. എന്തോ ആഞ്ഞടിക്കാനാണ്? ഈ പെണ്ണിനെ വെച്ചും പെണ്ണിനെ ബോംബ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയമല്ലാതെ നമുക്ക് മറ്റൊരു രാഷ്ട്രീയമില്ലേ? എന്തൊരു ചീപ്പ് പരിപാടിയാണിത്. ദൈവത്തെ ഓർത്ത് ഈ പരിപാടി നമ്മൾ നിർത്തണം. അവർക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലീസിൽ പോട്ടെ. ഇനി ഇതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയതുപോലെ തേർഡ് പാർട്ടി പരാതിയുമായി പോകരുത്. അതായത് തേർഡ് പാർട്ടി പരാതി എന്ന് പറഞ്ഞാൽ കൺസേൺഡ് ആയ ആർക്കും പരാതിയില്ല, ബാക്കിയുള്ളവർക്ക് പരാതി. ഈ വൃത്തികെട്ട പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന വൃത്തികെട്ട പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയം നമ്മൾ നിർത്തണം. ഇത് അപമാനകരമാണ്, അധിക്ഷേപകരമാണ്. ഇതിനെതിരെയാണ് പൊതുജന മനസ്സ് ഉണരേണ്ടത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പെണ്ണിനെ അതായത് ഒരു ഇപ്പുറത്തൊരു ലൈംഗിക ആരോപണം വന്നുവെങ്കിൽ അപ്പുറത്തും ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ നേരിടുക എന്നുള്ളതാണ്. പക്ഷെ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡ്രോമയെ കുറിച്ചൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയല്ലേ ഈ സ്ത്രീക്കും അമ്മയും അല്ലെങ്കിൽ അച്ഛനും മക്കളും. സ്ത്രീ മാത്രമല്ല മാഡം, ഒരു കാര്യം കൂടി, സ്ത്രീ മാത്രമല്ല ആ പുരുഷൻ അയാൾ അനുഭവിക്കുന്ന വേദന, അതായത് അവരുടെ ഹസ്ബൻഡ് അനുഭവിക്കുന്ന വേദന. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, വ്യാജത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മറ്റേ ഇല്ലീഗൽ അഫയറും ഇമ്മാരിറ്റൽ അഫയർ അല്ല, എക്സ്ട്രാ മാരിറ്റൽ അഫയറും അല്ലേ പറയുന്നത്. എത്ര മോശമാണ്. അതുകൊണ്ട് പൂർണ്ണമായും CPM നമ്മുടെ എതിർപക്ഷത്തുള്ള പാർട്ടിയാണ്, പക്ഷെ പൂർണ്ണമായും ആ സഹോദരിക്കും ആ സഹോദരിയുടെ ഭർത്താവിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അതിശക്തമായി നിങ്ങൾ പോരാടണം. ഈ വൃത്തികെട്ട രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമ്മൾ അവസാനിപ്പിക്കണം. ഈ പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്നത് അധാർമികമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. ഇതിനെതിരെ ഇത് നമ്മൾ കോൺഗ്രസ്സുകാരെ CPM-നെ സപ്പോർട്ട് ചെയ്യണം. ഈ വിഷയം വന്നാൽ CPM-കാർ BJP-യെ സപ്പോർട്ട് ചെയ്യണം, BJP കോൺഗ്രസിനെ അല്ലെങ്കിൽ CPM-നെ സപ്പോർട്ട് ചെയ്യണം. ഈ പരിപാടി, അതായത് നമ്മൾ ശങ്കരാടിയിൽ നിന്ന് 1 ഇഞ്ച് വളർന്നിട്ടില്ല. എതിർ പാർട്ടിയിൽ നല്ല കരിവള്ളവന്മാർ വന്നിട്ടും അവന്മാരെ കരിവാരി ചേക്കാവുന്ന ശങ്കരാടിയുടെ ലോജിക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ള വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പൊതുവെ നമ്മളിപ്പോ രാഷ്ട്രീയം, ഇപ്പൊ ഈ കുറച്ചു കാലങ്ങളായി നമ്മൾ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ മാത്രമാണ്. വികസനങ്ങളില്ല, മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുന്നില്ല, പദ്ധതികളെ കുറിച്ച് കേൾക്കുന്നില്ല. ആകെക്കൂടിയുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു ലൈംഗിക ഒരാളെ താഴ്ക്കണമെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ടുവരിക, ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷനെ കൊണ്ടുവരിക, ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇത് പണ്ട് നമ്മൾ സിനിമകളിൽ അല്ലെങ്കിൽ സിനിമാ താരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രവണതയാണ്. ഇപ്പൊ അവിടെയൊക്കെ അടിച്ചു
അടിച്ചു വൃത്തിയാക്കി എടുത്തു എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്ഥിരം നമുക്ക് ഇതിനെ കുറിച്ച് മാത്രമേ ഇപ്പൊ ചർച്ച ചെയ്യാൻ കാര്യങ്ങളുള്ളൂ എന്ന തലത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ഇവിടെ കേരളത്തിലെ ഈ പാർട്ടികൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്? കാര്യം അവർക്ക് സീരിയസ് ആയ വികസന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പീഡന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഈ പീഡന രാഷ്ട്രീയം നമുക്ക് അവസാനിപ്പിച്ച് വികസന രാഷ്ട്രീയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ ഈ നാടിന് ഭാവിയില്ല. ഈ നാടിന് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. സ്ത്രീകളെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ഉള്ള രാഷ്ട്രീയം നിർത്തുന്നത് എത്രയോ കാലമായി. കുഞ്ഞാലിക്കുട്ടി സാറിനെ കൊടുക്കാൻ നോക്കി, ഉമ്മൻചാണ്ടി സാറിനെ കൊടുക്കാൻ നോക്കി, മുകേഷ് ഏട്ടനെ കൊടുക്കാൻ നോക്കി, എത്ര പേരെ കൊടുക്കാൻ നോക്കി. ഇതിനൊരു അവസാനം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആ സ്ത്രീയെ വെറുതെ വിടണം, അവരുടെ ഭർത്താവിനെ വെറുതെ വിടണം. ആ സ്ത്രീക്കും ഭർത്താവിനും ഉണ്ടാകുന്ന വേദന മനസ്സിലാകണം. സ്ത്രീയെ ബോംബായി ഉപയോഗിക്കുന്ന നിർത്തണം. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഇത്തരം പരാതികളില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകളില്ലാത്ത. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ സൈബർ ഇടങ്ങൾ കാണിച്ച ഒരു വലിയ വെമ്പലുണ്ട്. അത് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അദ്ദേഹത്തെ സൈബർ ഇടങ്ങളിൽ വന്നിട്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന, കേസ് പോലും ഇല്ലാത്ത, ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത ഒരു കേസിൽ ഈ മറുഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. ഒരു അമ്മയായ, ഒരു ഭാര്യയായ ഒരു സ്ത്രീയെ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും, അതിന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ രാഹുൽ ഈശ്വർ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഞാൻ 101% ആ സ്ത്രീക്കൊപ്പമാണ്. 100 അല്ല, 101% സ്ത്രീക്കൊപ്പമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനേക്കാൾ സീരിയസ് ആയിട്ട് ഈ കേസിനെ എടുക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇവർ ഒരു ഭാര്യയാണ്, കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണ്. രാഹുൽ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഈ സ്ത്രീ ഒരു കുടുംബിനിയാണ്, അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തീർച്ചയായിട്ടും ആ സ്ത്രീയോടൊപ്പമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം എത്ര ശക്തമായി നിന്നോ അതിലും ഒരു പടി കടന്ന് ഇവരോടൊപ്പം നിൽക്കുകയാണ്. കാര്യം ഇത് അന്യായമാണ്, അനീതിയാണ്. ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ടാർഗറ്റാണ്. മാഡം, നാളെ ഞാനും മാഡവും നമ്മളിൽ ആരെങ്കിലും നമ്മൾ ഇഷ്ടമില്ലാത്തൊരു വാർത്ത ചെയ്താൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ, അമ്മയൊക്കെ ഉപയോഗിച്ച് കള്ളം പറയും. എന്നിട്ട് ചുമ്മാ വ്യാപകമായി പ്രചരിപ്പിക്കും. കോൺഗ്രസ്സുകാർ ദൈവത്തെ ഓർത്ത് ഇതിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്, നിങ്ങൾക്കൊരൊറ്റ താലിസ്മാൻ തരാം, മഹാത്മാഗാന്ധി തന്നതുപോലെ. ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ പുള്ളി എന്ത് നിലപാടെടുക്കും? ആ നിലപാട് നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ എടുക്കണം. സത്യത്തിന്റെ പാതയിൽ മാത്രമേ പോകാവൂ. വളരെ നന്ദി.